ഹലോ, ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിന്ന് ടൗൺ വരെ പോവാണ്. നമുക്കിവിടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുമ്പം മാനന്തവാടിയാണ്. അപ്പം മാനന്തവാടിക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പുതുശ്ശേരി വരെ പോവുക. പുതുശ്ശേരിയാണ് അടുത്തുള്ള സ്ഥലം. അവിടുന്ന് ബസ് കയറിയിട്ടാണ് മാനന്തവാടിക്ക് പോവുക. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഇന്നൊരൊറ്റ ഓട്ടോ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ കുത്തിപ്പിടിച്ച് നടന്നു. എനിക്ക് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോയി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഒരു 12 മണിയൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴത്തേക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല. പിന്നെ നട്ടപ്പൊരു വെയിലത്ത് കുറച്ച് സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി ഞാനിങ്ങനെ നടന്നു. അങ്ങനെ ഇതാണ് പുതുശ്ശേരി. ചെറിയൊരു ചെറിയൊരു ടൗണാണ് പുതുശ്ശേരി എന്ന് പറയുന്നത്. പുതുച്ചേരി അല്ല കേട്ടോ, പുതുശ്ശേരി. അങ്ങനെ ഞാൻ അവിടെ എത്തി. കറക്റ്റ് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത്, നമുക്കിവിടുന്ന് 23 രൂപയാണ് മാനന്തവാടിക്ക്. ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിൽ കാഴ്ചകളെല്ലാം കണ്ട് സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ അടിച്ച് സൈഡ് സീറ്റ് ഇരിക്കാൻ നല്ല രസമല്ലേ. ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു. എനിക്ക് ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ ഇട്ട് സൈഡ് സീറ്റിൽ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൈഡ് സീറ്റ് തന്നെ വേണം കേട്ടോ. എനിക്ക് ബസ്സിൽ കയറിയ സൈഡ് സീറ്റ് തന്നെ വേണം. അത് ഇപ്പം എന്താ പറയുക, ആണുങ്ങളുടെ സൈഡിൽ പെണ്ണുങ്ങളുടെ സൈഡിൽ ഇരിക്കുള്ളൂ എന്നൊന്നും എനിക്കില്ല. ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരിക്കും. എനിക്ക് സൈഡ് സീറ്റ് നിർബന്ധമാണ്. അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ ഇട്ട് പോകാൻ വേറൊരു മൂഡാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ, നമുക്ക് പുതുശ്ശേരിയിൽ നിന്ന് മാനന്തവാടിക്ക് അരമണിക്കൂർ. അങ്ങനെ ഞാൻ മാനന്തവാടി എത്തി. ഇതാണ് മാനന്തവാടി ടൗൺ. അത്യാവശ്യം ഒരു ടൗണാണ്. മാനന്തവാടി കഴിഞ്ഞാൽ പിന്നെ കൽപ്പറ്റ, ബത്തേരി അങ്ങോട്ടാണ് നമുക്ക് ടൗൺ വരിക. ഇത് മാനന്തവാടിത്തെ പുതിയ പള്ളിയാണ് കേട്ടോ, ടൗൺ ചർച്ച്. ഞാൻ അതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ഇടാം. പിന്നെ മാനന്തവാടി എന്ന് പറയുമ്പോൾ പഴയൊരു ടൗണാണ്. ഒരുപാട് പഴയ കെട്ടിടങ്ങളും എന്താ പറയുക, പഴയ കെട്ടിടങ്ങളും പഴയ ഷോപ്പുകളും എല്ലാം ഉള്ള ഒരു ടൗണാണ് മാനന്തവാടി എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ പുതിയ ഷോപ്പുകളും കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഏതിനും ആദ്യം ഓടി വരുന്നത് തന്നെ മാനന്തവാടിക്കാണ്. നമ്മുടെ അടുത്ത ടൗൺ മാനന്തവാടിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മാനന്തവാടിയിലാണ് വരിക. ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. നമുക്കിന്ന് കുറച്ച് ഡോക്ടറെ കാണാനുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് ഡ്രസ്സ് എടുത്തത് ചെറുതായിപ്പോയി. അപ്പം ഞാനത് മാറ്റി മേടിച്ചു, വലുതെടുത്തു. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കണ്ണാടി കണ്ടപ്പോൾ പ്രശ്നം നടത്തി. പിന്നെ ഞാൻ പിന്നെയും ഇറങ്ങി നടന്നു. നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ സ്ഥലത്ത് കൂടെ എത്ര പ്രാവശ്യം, 2-3 പ്രാവശ്യം ഞാൻ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു സാധനം ഓർക്കും, ആ സാധനം വാങ്ങാൻ വേണ്ടി അവിടെ പോകും. പിന്നെ ഞാൻ അടുത്ത സാധനം വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേറെ സാധനം വാങ്ങാൻ വേണ്ടി ഓർക്കുമ്പോൾ പിന്നെ ആ പോയ സ്ഥലത്തായിരിക്കും പിന്നെയും പോകുന്നത്. പിന്നെ വിശന്ന് പൊരിഞ്ഞപ്പോൾ ഞാൻ 2 കുബൂസും ഒരു അൽഫാമും കഴിച്ച്. അത്രയും ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും വാങ്ങുന്നത്. ഈ കുബൂസും പെരിപ്പെരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാനന്തവാടി പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ വന്ന കാര്യമൊക്കെ നടന്നു. ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം. നല്ല വെയിലാണ് കേട്ടോ. മടുത്ത് ഞാൻ നന്നായിട്ട് മടുത്തു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.